സജോ ദേവസ്വയുടെ. സജോയ്ക്കൊപ്പം ഷാരോന്റെ സഹോദരൻ കൂടിയുണ്ട്. സജോ, സഹോദരൻ പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് കടുത്ത ശിക്ഷ തന്നെ, അതായത് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇപ്പോൾ ഇതിൽ രണ്ടാം പ്രതിയായ അമ്മയെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. അന്ന് പോലീസും പ്രോസിക്യൂഷനും അടക്കം പറഞ്ഞിരുന്നത് ഈ കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഗൂഢാലോചന നടത്തിയ വ്യക്തികളിൽ ഒരാളാണെന്നാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഞങ്ങൾ കോടതി വിധിയെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ്. രണ്ടാം പ്രതിനെ വെറുതെ വിട്ടു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും നടപടി വേണമെങ്കിൽ ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ശിക്ഷയുടെ കാര്യത്തിൽ അതിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തൃപ്തിയാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 4 വകുപ്പുകളും ചുമത്തിയിട്ട് തന്നെയാണ് വിധി വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള മാക്സിമം പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ അമ്മയുടെ രണ്ടാം പ്രതിയെ വെറുതെ വിട്ടുന്നതിൽ പ്രത്യേകിച്ചൊരു നിരാശയുടെ ആവശ്യമില്ല അങ്ങനെയാണോ? അല്ല, ഞങ്ങൾക്ക് ഇപ്പോ പ്രതീക്ഷിച്ചിരുന്നു. അതെ, പ്രതീക്ഷിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇപ്പോ കോടതി വിധിയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ബാക്കി തുടർ നടപടികൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറായിട്ട് ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും വേണം, അപ്പീൽ അങ്ങനെ എന്തെങ്കിലും വേണം. ഇപ്പോ പൂർണ്ണ തൃപ്തരാണ് ഞങ്ങൾ. അപ്പോൾ കുടുംബം, അതായത് അമ്മയും അച്ഛനും പറഞ്ഞത് പരമാവധി ശിക്ഷ എന്നതിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, ഈ ശിക്ഷയിൽ തൃപ്തിയില്ലെങ്കിൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നതാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോ 2 വർഷമായി ഇതിന്റെ പുറകെ തന്നെയായിരുന്നു. അപ്പോൾ അതിപ്പോ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇനി എന്തുണ്ടെങ്കിലും അതിന്റെ അങ്ങ് അറ്റം വരെ പോയിട്ടാണെങ്കിലും മാക്സിമം ഇതുവരെ പോരാടിയതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്റെ അനിയനല്ലേ. ലോങ് പ്രോസസ് പറയണം, അത്രയും വിഷമകരമായ ലോങ് പ്രോസസ് ആയിരുന്നു. അത് മാത്രമല്ല, പിന്നെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും പോലീസ്, ഗവൺമെന്റ്, ഞങ്ങളുടെ വക്കീല്, ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ. ചോദിക്കുന്നതിന് വേറെ പ്രാധാന്യങ്ങളുണ്ട്. കാരണം ആദ്യം ഇത് സംശയിക്കുകയും തിരിച്ചറിയുകയും ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ കൂടിയാണ്. അതെ, അത് ശരിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെ തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഷാരോൺ പ്രണയത്തിന്റെ രക്തസാക്ഷിയാണ് എന്നതാണ്. കാരണം അതെന്റെ പ്രണയത്തിൽ അത്രയും ഇൻവോൾവ് ആയതുകൊണ്ട് മാത്രം ഇങ്ങനൊരു ദുരന്തം നേരിടേണ്ടി വന്ന വ്യക്തിയാണ് എന്നാണ്. അതെ, അങ്ങനെ തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് അവ ആദ്യം ഞങ്ങളുടെ അടുത്ത് പറയാത്തത്. ആക്ച്വലി പിന്നെയാണ് പപ്പയടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്. 22-ാം തീയതി അവൻ മരിക്കുമെന്ന് അവന് ഉറപ്പായപ്പോഴാണ് പപ്പയടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവൻ മനസ്സിലാക്കിയിരുന്നായിരിക്കാം, പക്ഷെ അവനിങ്ങനെ സംഭവിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ദിവസം പറഞ്ഞിരുന്നു, പക്ഷെ ആരടുത്തും പറയണ്ടെന്ന് പറയുന്നത്. അവനിങ്ങനെ അവൻ പ്രതീക്ഷിച്ചില്ല മരിക്കുമെന്ന് ഉള്ള കാര്യം. അല്ലെങ്കിൽ അവ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിധിയിൽ പൂർണ്ണ തൃപ്തരാണ്. നീതി ലഭ്യമാകുന്നു. അതെ, ഇനി ശിക്ഷയും കൂടെ വിധിക്കട്ടെ. അപ്പോ തീർച്ചയായും അതാണ് ഷാരോണിന്റെ സഹോദരൻ ഷിമോണാണ് പ്രതികരിച്ചത്. അതായത് ഷിമോണ് പറയുകയാണെങ്കിൽ ഈ കേസിൽ ആദ്യം ഈ സംശയിക്കുകയും ഇങ്ങനെ ഒരു സംഭവം ആണ് നടന്നിട്ടുണ്ടാവുക എന്ന് അനുമാനിക്കുകയും മനസ്സിലാക്കുകയും പിന്നീട് അത് പരാതിയിലേക്കും അന്വേഷണത്തിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച ഒരു സഹോദരൻ കൂടിയാണ്. ഇപ്പോൾ സഹോദരൻ പറയുന്നത് രണ്ടാം പ്രതിയെ വെറുതെ വിട്ടു എന്ന ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ മുഴുവൻ കുറ്റങ്ങളും തെളിയുന്നു എന്നത് തന്നെ വലിയ ആശ്വാസം പകരുന്ന ഒന്നാണ്. അക്കാര്യത്തിൽ തൃപ്തിയുണ്ട്. ഇനിയിപ്പോൾ രണ്ടാം പ്രതിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അതായത് തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ഒക്കെ. അപ്പോൾ ആ കാര്യത്തിൽ എന്തെങ്കിലും അപ്പീൽ സാധ്യത തേടണമെങ്കിൽ അതൊക്കെ പ്രോസിക്യൂട്ടറോടും അന്വേഷണ ഉദ്യോഗസ്ഥരോടും ഒക്കെ ആലോചിച്ച് ആവശ്യമായ കാര്യങ്ങൾ പിന്നീട് ചെയ്യും. ഒപ്പം പരമാവധി ശിക്ഷ തന്നെ ലഭ്യമാകും എന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ കുറ്റം തെളിഞ്ഞ നില പരിശോധിക്കുകയാണെങ്കിൽ, കോടതി കണ്ടെത്തിയ ചാർജുകൾ നോക്കുകയാണെങ്കിൽ കാര്യമായ ശിക്ഷയിലേക്ക് തന്നെ പോകുമെന്നൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൃപ്തിയുണ്ട്, നീതി ലഭ്യമാകും. എന്തായാലും രണ്ടാം പ്രതി അമ്മയെ വെറുതെ വിട്ടതിൽ കുടുംബത്തിന് നിരാശയുണ്ടെങ്കിലും ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ കേസിൽ ഒന്നാം പ്രതി, ഈ പറയുന്ന കൊലപാതകത്തിന്റെ ആസൂത്രക, കൊലപാതകി, കുറ്റക്കാരി എന്ന് കണ്ടെത്തുന്നതിൽ ആ കുടുംബത്തിലുള്ള ആശ്വാസം ചെറുതല്ല. ആ വലിയ വേദനകൾക്കിടയിലും എന്തായാലും ആ കുടുംബത്തിന് മാത്രമല്ല നാടിന് തന്നെ ഏറെ ഉള്ളക്കമുണ്ടാക്കിയ സമാനതകളില്ലാത്ത ഒരു ക്രൂരമായ കൊലപാതകമാണ്. ആ കൊലപാതകത്തിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് പറയുകയാണ് കോടതി. രണ്ടാം പ്രതി അമ്മയെ വെറുതെ വിടുന്നു. മൂന്നാം പ്രതിയായിരുന്നു അമ്മാവനും കുറ്റക്കാരാണ്. തെളിവ് നശിപ്പിക്കലാണ്. പരമാവധി 7 ശിക്ഷ വരെയാണ് അമ്മാവന് കിട്ടാവുന്ന കുറ്റം. ഏറ്റവും പ്രധാനം ഒന്നാം പ്രതിയായ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ഉറപ്പായും ആവശ്യപ്പെടും. ശിക്ഷാവിധി എത്രത്തോളം കഠിനമായിരിക്കും എന്നുള്ളതാണ്. അത് നാളെയാണ് അറിയാൻ കഴിയുക.